ഏപ്രിൽ 25 ഡോക്ടർ കസ്തൂരി രംഗൻ ചരമദിനം. ISRO ചെയർമാൻ, രാജ്യസഭാംഗം, പ്ലാനിംഗ് കമ്മീഷൻ അംഗം, ദേശീയ വിദ്യാഭ്യാസ നയസമിതി അധ്യക്ഷൻ തുടങ്ങിയ നിലകളിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ഇന്ത്യയുടെ പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ കെ കസ്തൂരി രംഗൻ 2025 ഏപ്രിൽ 25 അന്തരിച്ചു. 1940 ഒക്ടോബർ 24 കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ജനിച്ച അദ്ദേഹം മുംബൈയിലും ഗുജറാത്തിലുമായി ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടി 1970കളിൽ ISROയിലെത്തി ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ നിർണായകമായ പല ദൗത്യങ്ങൾക്കും നേതൃത്വം നൽകി. 1994 മുതൽ 2003 വരെ ISROയുടെ ചെയർമാനായി. 2003 മുതൽ 2009 വരെ രാജ്യസഭാംഗമായിരുന്ന അദ്ദേഹം 2009 പ്ലാനിംഗ് കമ്മീഷൻ അംഗമായി. അദ്ദേഹം ചെയർമാനായ പശ്ചിമഘട്ട സംരക്ഷണ കമ്മീഷൻ റിപ്പോർട്ടും ദേശീയ വിദ്യാഭ്യാസ നയ കമ്മീഷൻ റിപ്പോർട്ടും ഇന്ത്യയിലാകമാനം ചർച്ച ചെയ്യപ്പെടുകയും കുറച്ചൊക്കെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമഘട്ട സംരക്ഷണ സംബന്ധമായ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ കഴിയാതെ വിവാദമായ സമയത്താണ് അത് എങ്ങനെ നടപ്പാക്കാമെന്ന നിർദ്ദേശം നൽകുന്നതിനായി കസ്തൂരി രംഗൻ കമ്മീഷൻ നിയമിക്കപ്പെടുന്നതും റിപ്പോർട്ട് നൽകുന്നതും. കസ്തൂരി രംഗൻ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമാണ് 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമായി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 5+3+3+4 എന്ന സ്കൂൾ ഘടനാമാറ്റം ഉൾപ്പെടെ പ്രീ സ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെ പുനഃക്രമീകരിക്കുന്നതാണ് ആ നിർദ്ദേശങ്ങൾ. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഹെർമൻ ഗുണ്ടർട്ട് ചരമദിനം. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലമതിക്കാനാകാത്ത സംഭാവന നൽകിയ ജർമ്മൻ മിഷണറിയായ ഹെർമൻ ഗുണ്ടർട്ട് 1893 ഏപ്രിൽ 25 അന്തരിച്ചു. 1814 ഫെബ്രുവരി 4 ജർമ്മനിയിൽ ജനിച്ച അദ്ദേഹം ജർമ്മൻ, ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു തുടങ്ങിയ ഭാഷകളിൽ അഗാധ പാണ്ഡിത്യവും ഫിലോസഫിയിൽ ഡോക്ടറേറ്റും നേടിയ ശേഷം ബാസൽ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1936 ജൂലൈ 7 ഇന്ത്യയിലെത്തി. മദ്രാസ് പ്രസിഡൻസിയുടെ വിവിധ ഭാഗങ്ങളിൽ മതപ്രചരണം നടത്തുന്നതിൻ്റെ ഭാഗമായി കണ്ണൂരിലെ ഇല്ലിക്കുന്ന് എന്ന സ്ഥലത്ത് താമസമാക്കി. 1851 അദ്ദേഹം മലയാള ഭാഷയ്ക്ക് ശാസ്ത്രീയമായ ഒരു വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കി. 1872 മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയമായ നിഘണ്ടുവായ ഗുണ്ടർട്ട് നിഘണ്ടു എന്ന മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി പ്രസിദ്ധീകരിച്ചു. അതിനു മുമ്പ് തന്നെ അർണോസ് പാതിരിയുടെയും ബെഞ്ചമിൻ ബെയ്ലിയുടെയും ഉൾപ്പെടെ 4-5 നിഘണ്ടുക്കൾ ഉണ്ടായിരുന്നെങ്കിലും പലതും അപൂർണവും സംസ്കൃതത്തിന് പ്രാധാന്യം കൊടുത്തവയുമായിരുന്നു. അതിനാൽ ഗുണ്ടർട്ട് നിഘണ്ടുവിനെ ആധുനിക മലയാള നിഘണ്ടുക്കളുടെ മാതാവ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരവും അതിനുശേഷം പശ്ചിമോദയം എന്ന പത്രവും ആരംഭിച്ചതും ഗുണ്ടർട്ടാണ്. ബൈബിൾ പുതിയ നിയമം മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചതും മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് പഴഞ്ചൊൽമാല എന്ന കൃതി പ്രസിദ്ധീകരിച്ചതും കേരളോൽപ്പത്തി, കേരളപ്പഴമ എന്നീ കൃതികൾ പ്രസിദ്ധീകരിച്ചതും അദ്ദേഹത്തിൻ്റെ മറ്റു സംഭാവനകളാണ്. 1893 ഏപ്രിൽ 25 ജർമ്മനിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. മാർക്കോണി ജന്മദിനം.
ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വിസ്മയകരമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നും ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചതായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നുമായ റേഡിയോ കണ്ടുപിടിച്ച ഗുഗ്ലിയെൽമോ മാർക്കോണി 1874 ഏപ്രിൽ 25 ഇറ്റലിയിൽ ജനിച്ചു. 1893 നിക്കോള ടെസ്ല എന്ന ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞൻ റേഡിയോ പരീക്ഷണത്തിൻ്റെ ആദ്യ പ്രദർശനം നടത്തിയെങ്കിലും വയർലെസ് ടെലഗ്രാഫ് കമ്പനി സ്ഥാപിച്ച് വ്യാവസായികമായി റേഡിയോ ഉപയോഗിച്ച് 1896 ബ്രിട്ടീഷ് പേറ്റന്റ് നേടിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഗുഗ്ലിയെൽമോ മാർക്കോണി ആണ് റേഡിയോയുടെ ഉപജ്ഞാതാവായും പിതാവായും അറിയപ്പെടുന്നത്. 1937 മാർക്കോണി അന്തരിച്ചു. I provided headings. April 24th, th.